സ്വിച്ച് ഇട്ട പോലെ എനർജി ലെവൽ ഡബിൾ ആക്കാൻ കഴിയുമോ? ഞാൻ കഞ്ചി കിട്ടാം ഭയങ്കര ക്ഷീണത്തിലാന്ന് വെച്ചു. അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടാവില്ലേ, ഒന്നും ചെയ്യാൻ വയ്യ, അങ്ങനെ ഒരു ദിവസം നടന്നു വരാമെന്ന് വെച്ചു. ഒരു അടി പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഒരു പേപ്പട്ടി വന്ന് പറയും, എന്താണ്ടാവുക, ഊർജ്ജം കിട്ടൂല്ലേ? കിട്ടും. സാധാരണ ഊർജ്ജമാണോ കിട്ടുക, ഡബിളാണോ? അതിലും കൂടുതൽ അല്ലേ? അപ്പോൾ അപാരമായ ഊർജ്ജം ഉള്ള സമയത്താണ് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നത് ഒരു അടി പോലും നടക്കാൻ വയ്യ. അപ്പോൾ അത് ശരിയാണോ? അപ്പോൾ അവിടെ സ്വിച്ചിട്ട് പോലെ ഊർജ്ജം കിട്ടിയില്ലേ? ഡബിൾ ഊർജ്ജമാണോ കിട്ടിയത്? അതിൽ കൂടുതൽ കിട്ടിയില്ലേ? അപ്പോൾ പറ്റും, ഊർജ്ജമുണ്ട്, ഒളിമ്പിക്സിന്റെ ഊർജ്ജവും കിട്ടും. ഊർജ്ജമുണ്ട്. അപ്പോൾ ഈ ഊർജ്ജത്തിനെ എന്തുകൊണ്ടാണ് ബ്രെയിൻ റിലീസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതായത് സർവൈവൽ മോഡ്, ജീവൻ മരണ പോരാട്ടം. അപ്പോൾ ഈ ജീവൻ മരണ പോരാട്ടം എന്നിപ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഒറിജിനൽ പട്ടി ഓടിക്കണം എന്നില്ല. ഇപ്പോൾ ഹൊറർ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കൂലേ, അവിടെ ചിത്രം ഡ്യൂപ്ലിക്കേറ്റാണ്, ശബ്ദം ഡ്യൂപ്ലിക്കേറ്റാണ്, അല്ലേ, ഫീലിംഗ് ഒറിജിനലായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വിച്ചിട്ട പോലെ ഊർജ്ജം വേണ്ട ആവശ്യം. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ ചില ദിവസം നമ്മൾ ക്ഷീണിച്ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രൈസിസിലായിരിക്കും, വലിയൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു വലിയൊരു പെർഫോമൻസ് ചെയ്യണം, നമുക്ക് പെട്ടെന്നൊരു ഹൈ എനർജിയിലേക്ക് പോകണം. അതിനാണ് ഈ ടെക്നിക്സ്. സ്വിച്ചിട്ട പോലെ നമുക്ക് ഊർജ്ജം നമ്മുടെ ബ്രെയിനെ മിമിക് ചെയ്തിട്ട് ഇരുന്ന ഇരിപ്പിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറേ പരിശീലനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ വളർത്തിയെടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സൈന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ എനർജി ഇങ്ങോട്ട് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ എന്തിനാണ് എനർജി റിലീസ് ചെയ്തത്? ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിനുള്ള ഊർജ്ജം സപ്ലൈ ചെയ്താൽ. പട്ടി ഓടിച്ചപ്പോൾ എന്താണ് ആവശ്യം? ഒന്നുകിൽ ഓടണം, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാം, അല്ലേ? ആ ഊർജ്ജത്തിനെ കാലുകളിലേക്ക് ഒഴുക്കിയാൽ കാലിൻ്റെ കരുത്ത് കൂട്ടിയിട്ട് നമുക്ക് ഓടാൻ പറ്റും. ആ ഊർജ്ജത്തിന് നമ്മൾ കൈകളിലേക്ക് ഒഴുക്കിയാൽ നമുക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ഊർജ്ജത്തിന് ഈ രണ്ട് കാര്യം ചെയ്യാതെ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ ഒഴുക്കിവിടാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചിന്താശക്തിയാണ്, അല്ലേ? ചിന്താശക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൂരൽമലയിൽ ആനകൾ അവിടെ നിന്ന് ഉരുൾപൊട്ടുണ്ടാകുന്ന മുമ്പ് തന്നെ രക്ഷപ്പെട്ടു. സുനാമിയൊക്കെ ഉണ്ടാകുമ്പോൾ മൃഗങ്ങൾക്ക് നേരത്തെ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, മൃഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മനുഷ്യനെ കിട്ടിയിട്ടില്ല. ചില മനുഷ്യർക്കും അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ബിസിനസ്സുകാരൊക്കെ അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ എന്ത് പ്രശ്നമാണ് വരുന്നത്, എന്ത് അവസരമാണുള്ളതെന്ന് അവരുടെ മനസ്സിൽ തെളിഞ്ഞെടുക്കും. കാരണം മെസ്സേജ് അവിടെ ഉണ്ട്, അത് അവർക്ക് കിട്ടുന്നുണ്ട്. അത് ബ്രെയിൻ ഷാർപ്പായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, ഇൻസൈറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തത, ഫോക്കസ്, എനർജി, ഇതുപോലെ എനർജി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് ഒഴുക്കി വിട്ട് നമ്മളുള്ളിലെ അപാരമായ ശേഷിയെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും. ആ ഫോക്കസ്, ആ എനർജി, ആ ഫയർ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ എത്ര മണിക്കൂർ ഒരു മെൻറ്റർ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഇപ്പോൾ നിങ്ങൾ അത് ആ ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ നമുക്ക് ഇത്രയും ശക്തിയുള്ള കരുത്തുള്ള ആൾക്കാർ, പലരും അത് നേടിയിട്ടുള്ളത് ജീവിതത്തിൻ്റെ പ്രയാസകരമായ തീച്ചോളയിലൂടെ കടന്നു പോയിട്ടൊക്കെയാണ് വലിയ വലിയ നേതാക്കളുടെ കാര്യം. ബിസിനസ്സുകാരും അങ്ങനെ തന്നെ, പ്രയാസങ്ങളാണ് അവരുടെ കരുത്തിൻ്റെ കാരണം. എന്നാൽ ഈ ബിസിനസ്സുകാർക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ GCC നമ്മുടെ ഇവിടുത്തെ വലിയ രാജാക്കന്മാർ, ആ രാജാക്കന്മാർക്ക് മക്കളുണ്ട്. ആ രാജാക്കന്മാർക്കുള്ള കരുത്ത് ഈ മക്കൾക്കും ഇല്ലേ? മക്കൾ ഈ തീച്ചോളയിലൂടെ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അവർക്ക് കരുത്ത് കിട്ടിയത്? അതാണ് ഈ ബ്രെയിനെ മിമിക് ചെയ്തിട്ട് പവർഫുൾ ആക്കുന്ന രീതി. അപ്പം ഇതിന് മിനിമം ഒരു 16 hours ഇപ്പം ഞാൻ ഡിമാൻഡ് ചെയ്തത്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് എത്രമാത്രം കരുത്ത് വേണമെന്നുള്ളതാണ്. കാരണം ഇതിനൊന്നും അവസാനമില്ല. തുടക്കത്തിൽ എന്തായാലും നമുക്ക് നമ്മുടെ മെക്കാനിസം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മളെ മെൻറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വലിയ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഒരു സ്പെഷ്യൽ മെൻറ്റർ ആവശ്യം. അപ്പോൾ ആ ഒരു 16 മണിക്കൂർ കൊണ്ട് നമുക്ക് അവരുടെ ഈ ക്ലാരിറ്റിയിലേക്ക്, ഫോക്കസിലേക്ക്, സ്വിച്ചിട്ട പോലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക്. ഇവരാണ് സ്മാർട്ടായിട്ട് ജീവിക്കുന്നത്. ഇന്ന് സക്സസ്ഫുള്ളായി എന്ന് പറയുന്ന ആൾക്കാർ എല്ലാം അങ്ങനെ കൊണ്ടുപഠിച്ച്, അതിന് നമുക്ക് സമയമില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. നമുക്ക് കൊണ്ടുപഠിക്കേണ്ട കണ്ടുപഠിക്കുക, ട്രെയിനിങ്ങിലൂടെ, അത്ര പ്രാക്ടീസസ്. അപ്പോൾ ഏതൊരു മനുഷ്യനും, പ്രധാനമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട അറിവിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. പലരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് മൂക്കൊണ്ട് ക്ഷ വരച്ചുകൊണ്ടിരിക്കുക, വളഞ്ഞ് മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് നൂറുകണക്കിന് പുസ്തകങ്ങളിലൂടെയും 100 ട്രെയിനിങ്ങുകളിലൂടെയും 1000 ആളുകളെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ ക്ലിയർ പിക്ചർ. ആഗ്രഹിക്കുന്ന, ഡിവോട്ട് ചെയ്യുന്ന, കംഫർട്ടബിളായിട്ട് ജിമ്മിൽ പോകണത്ര പ്രയാസങ്ങളുള്ള കാര്യമൊന്നുമില്ല. ജിമ്മിലൂടെയല്ല നമ്മൾ ശരീരത്തിനെ ഹാക്ക് ചെയ്തിട്ട് മസിൽസ് ബിൽഡപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മസിൽ തന്നെയാണ്, മെൻ്റൽ മസിലാണ്. പക്ഷെ അത് അത്ര പ്രയാസകരമൊന്നുമല്ല. അത് തയ്യാറായാൽ മതി. അതിന് പരിശീലനങ്ങളാണ് ആവശ്യം. ഒരു മെൻ്ററുടെ സഹായത്തോടുകൂടി ഒരു 16 മണിക്കൂർ കൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്താം. ഒരു 3 മാസം കൊണ്ട് നമുക്ക് അവരെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം.